ടെസ്റ്റ് ചെയ്തുകൊണ്ട് കണ്ടില്ലേ, ഇവിടെ തന്നെ പട്ടികൾ വളർന്നു കയറി പോകുന്ന കണ്ടില്ലേ, കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന എല്ലാ സഹായവും ചെയ്തെങ്കിൽ തന്നെ അവിടെ വേസ്റ്റ് കൊണ്ടിടരുത്, ഇടുന്ന എല്ലാരോടും പറഞ്ഞു. ഒരു മനുഷ്യനും കേട്ടില്ല. അത് തിന്നാൻ വന്ന പട്ടികളെ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. ഞാന് ഓട്ടിച്ചു വിട്ട പട്ടിയെ എന്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. എനിക്കിപ്പോ ഞാൻ ഓടിച്ചെല്ലുമ്പോ എന്റെ കുഞ്ഞിനെ കടിച്ചു പതുക്കി അപ്പോഴേ എടുത്തോണ്ട് പോയി. ഞാന് ഇപ്പൊ ദാണ്ട് കൊണ്ടുപോയി. ഇനി എനിക്കിനി കാണാനില്ല. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. അവിടെ വേസ്റ്റ് ഇടരുതെന്ന് എല്ലാവരോടും പറഞ്ഞതാണ്. ഒരു മനുഷ്യനും അത് കേട്ടില്ല. അത് തിന്നാൻ വന്ന നായ്ക്കളാണ് എൻ്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. ഞാൻ ഓടിച്ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞിനെ കടിച്ചു പറിക്കുവാണ്. അപ്പോഴേ എടുത്തുകൊണ്ടുപോയി ഞാൻ. ഈ അമ്മയുടെ വാക്കുകൾ ആരുടെയും കണ്ണ് നനയിക്കും. തെരുവുനായ കടിച്ചതിന് 3 തവണ പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ച 7 വയസ്സുകാരി നിയ ഫൈസലിന്റെ മാതാവ് ഹബീറയാണ് മകളുടെ മരണവാർത്ത അറിഞ്ഞ് നെഞ്ചുപൊട്ടി ഇങ്ങനെ പറഞ്ഞത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് 3 കുട്ടികളാണ് മരിച്ചത്. എന്താണ് ഇതിന്റെ കാരണം? ഈ വാക്സിൻ ഫലപ്രദമാകാത്തതാണോ? ഈ വിഷയമാണ് സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത്. എന്നാൽ ഇക്കാര്യം നിഷേധിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഇതിൽ വാക്സിൻ കൊടുക്കുമ്പോൾ അത് ആന്റിബോഡീസ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ജനറേറ്റ് ചെയ്യുന്ന ടൈമുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ 4 ഡോസായിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ആന്റിബോഡീസ് ഫോം ചെയ്ത് വേണം ഇതിനെ അറ്റാക്ക് ചെയ്യാൻ. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇത് തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് നമുക്ക് ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. അവിടെയാണ് ഈ 2 കേസിലും നമ്മൾ കണ്ടിട്ടുള്ള അങ്ങനെയാണ്. ഈ ആഴത്തിൽ കടിക്കുമ്പോൾ നെർവ് വഴി എത്രയും പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ തന്നെ നമ്മുടെ ഒരു ഉദ്ദേശം 0.5 സെന്റിമീറ്റർ ടു 1 സെന്റിമീറ്റർ 1 ഇഞ്ച് ഇതാണ് 100 മില്ലിമീറ്റർ ആണ് ഇതിന്റെ പെർ ഡേ പ്രോഗ്രഷൻ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അത് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വാക്സിൻ എടുക്കാതെ ഇരുന്നാൽ 100% ആണ്. വാക്സിൻ എടുത്താലാണ് ഇതിന് ഏക പ്രൊട്ടക്ഷൻ. അതുകൊണ്ട് വാക്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ശക്തമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവും. പക്ഷെ കടി ഫേസിലോ അല്ലെങ്കിൽ കയ്യിലോ ഒക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ 50 to 100 മില്ലിമീറ്റർ പെർ ഡേ അല്ലേ, അതനുസരിച്ച് നേരത്തെ തന്നെ ലക്ഷണങ്ങൾ വരാം. ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ഡേയ്സ് ടു ഇയേഴ്സ് കിടക്കുന്ന ഒരു വൈറസ് ആണിത്. ഇപ്പൊ ഫേസിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആഴ്ചയ്ക്കുള്ളിൽ വരാൻ പറ്റും. വാക്സിൻ ഇമ്യൂണോഗ്ലോബുലിൻ കൊടുക്കുന്ന ആൾക്കാർക്ക് ഇത് മോഡിഫൈഡ് റേബീസ്, അട്ടിപ്പിക്കൽ റേബീസ് എന്നൊക്കെ പറഞ്ഞ ആക്ച്വലി വരാൻ പറ്റും. എല്ലാവരുമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ വാക്സിനെതിരെ ഒരു പ്രചരണം ഇപ്പോഴേ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇപ്പോഴും ഒരു 85 to 90% ആൾക്കാർ വാക്സിൻ എടുക്കാതെ മരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം. അപ്പൊ അത് നമ്മൾ ഹെൽത്തിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷെ നമ്മൾ കാണുന്ന പല ആൾക്കാരും കടി കിട്ടുന്നു, പിന്നെ ഇവിടെ റേബീസ് ആയിട്ട് വരുമ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹത്തിന് 3-4 മാസം മുന്നേ കിട്ടി അല്ലെങ്കിൽ 1 മാസം മുമ്പ് കിട്ടിയെന്നൊക്കെ അറിയുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കണം, എല്ലാവരും കൂടെ ശ്രദ്ധിക്കണമെന്നാണ് നമ്മുടെ ഒരു പബ്ലിക് ഹെൽത്ത് സൈഡിൽ നിന്നുള്ള ഒരു റിക്വസ്റ്റ്. സംസ്ഥാനത്ത് ഒരു മാസത്തിനിടെ 3 കുട്ടികളാണ് പേവിഷബാധയേറ്റ് മരിച്ചത്. പ്രതിരോധ വാക്സിൻ പ്രവർത്തിച്ചു തുടങ്ങും മുൻപ് വൈറസ് വ്യാപനം ഉണ്ടായതാണ് വാക്സിൻ എടുത്തിട്ടും കുട്ടി മരിക്കാൻ കാരണമെന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ പറയുന്നത്. വാക്സിൻ പൂർണ്ണമായും ഫലപ്രദമാണെന്നും ആരോഗ്യ വിദഗ്ധർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. വാക്സിനെതിരെയുള്ള പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പും ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വി അരുൺ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, ഏറെ സങ്കടകരമായ വാർത്തയായിരുന്നു. പ്രത്യേകിച്ചും ആ അമ്മയുടെ വാക്കുകൾ അത്രയധികം നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നതാണ്, വിഷമിപ്പിക്കുന്നതാണ്, സങ്കടപ്പെടുത്തുന്നതാണ്. ഇവിടെ ഈ ഒരു മാസത്തിനിടെ 3 കുട്ടികളുടെ മരണം സംഭവിക്കുന്നു. ഈ പ്രതിരോധ വാക്സിനുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള ആശങ്കകളും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അത് ആരോഗ്യവകുപ്പ് നിഷേധിക്കുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഈ കുഞ്ഞിൻ്റെ മരണത്തിന് കാരണം എന്താണെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്? ടോം, തീർത്തും ദൗർഭാഗ്യകരമായ സാഹചര്യമാണ്. ഒരു രോഗമുണ്ടായാൽ അതിന് മരുന്ന് കഴിച്ച് രോഗം മാറും, അതാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ഇവിടെ ഈ കുട്ടിയെ, വളരെ നിർധനമായൊരു കുടുംബമാണ് കൊല്ലത്തെ അവർ. പക്ഷേ എന്താണോ ആരോഗ്യവകുപ്പ് പറയുന്നത്, ഒരു നായ കടിച്ചാൽ എങ്ങനെ ചികിത്സ നൽകണമെന്ന നിർദ്ദേശമാണോ നൽകുന്നത്, അത് അതേപടി പാലിച്ച ഒരു കുടുംബമാണ് ഈ കുട്ടിയുടെ കുടുംബം. കടിയേറ്റ ഉടൻ തന്നെ മുറിവ് വൃത്തിയായി കഴുകി സോപ്പ് ഉപയോഗിച്ച്, കാരമുള്ള സോപ്പ് ഉപയോഗിച്ച് കഴുകിയതാണ് അമ്മ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച നമ്മൾ അവരെ കാണുമ്പോൾ അവർ പറയുന്നത്. അങ്ങനെ വൃത്തിയായി കഴുകി
അതിനുശേഷം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി വാക്സിൻ എടുക്കുന്നു. വീണ്ടും താലൂക്ക് ആശുപത്രിയിൽ പോകുന്നു. അവിടെ നിന്ന് 28-ാം തീയതി കുട്ടിക്ക് പനി വരുമ്പോഴാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് അമ്മയോട് ഡോക്ടർമാർ പറയുന്നത്. അങ്ങനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവന്നു. അപ്പോഴേക്കും ഈ വിഷബാധയുടെ ലക്ഷണങ്ങൾ ആ കുട്ടി കാണിച്ചു തുടങ്ങിയത്. അതായത് എന്താണോ ആരോഗ്യവകുപ്പ് പറയുന്നത് അതെല്ലാ ചികിത്സയും ആ കുട്ടിക്ക് ആ കുടുംബം നൽകി. SIT ആശുപത്രിയിലും അതിനുശേഷമുള്ള ചികിത്സ നൽകി. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. പേവിഷബാധ കുട്ടിക്ക് സ്ഥിരീകരിച്ചിരുന്നു. ഡോക്ടർമാർ പറയുന്നത് ഈ പേവിഷബാധയെ ബന്ധപ്പെട്ട വാക്സിൻ ഇപ്പോഴും 100% ഫലപ്രദം തന്നെയാണ്. 3 ലക്ഷം പേർക്കെങ്കിലും സംസ്ഥാനത്ത് പ്രതിവർഷം ഈ ഒരു ശരാശരി കണക്കാണ് നായകടി ഏൽക്കാറുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മൃഗങ്ങളുടെ ആക്രമണമൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഈ ആൻറ്റി റാബീസ് വാക്സിൻ എടുക്കുന്നുമുണ്ട്. അങ്ങനെ എടുക്കുന്നവരിൽ വളരെ ചുരുങ്ങിയ ശതമാനത്തിന് മാത്രമാണ് ഈ ഒരു പേവിഷബാധ ഏൽക്കുന്നത്. അതിന് കാരണമായി പറയുന്നത്, ഒന്ന്, എവിടെയാണോ കടി ഏൽക്കുന്നത്, എത്രത്തോളം ആഴത്തുള്ള മുറിവാണോ, പ്രത്യേകിച്ചും ഞരമ്പ് ഒരുപാടുള്ള ഭാഗത്ത് കടിയേൽക്കുമ്പോഴാണ് വേഗത്തിൽ ഈ ഒരു വൈറസ് വ്യാപിക്കുന്നത്. അത് തലച്ചോറിലേക്ക് എത്തുകയും അത് പേവിഷബാധയായി മാറുകയും ചെയ്യുന്നത്. ഈ 2 വർഷം വരെ ശരീരത്തിൽ തുടരുന്ന ഒരു കാലയളവുള്ള ഒരു വിഷബാധയാണ് ഈ പേവിഷബാധ. അതുകൊണ്ട് തന്നെ ആ വൈറസുകൾ അത്രയും നാൾ ജീവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ സമയം തന്നെയാണ് 15 മിനിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കടിയേറ്റാൽ 15 മിനിറ്റിനുള്ളിൽ വൃത്തിയായി നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ കഴിയണമെന്നാണ് പറയുന്നത്. ഒഴുക്കുള്ളതെന്ന് പറയുമ്പോൾ പൈപ്പ് തുറന്നു വിട്ട് അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ ശക്തിയായി തന്നെ വെള്ളം അതിലേക്ക് എത്തിച്ച് കഴുകണം. സോപ്പ് അടക്കം ഉപയോഗിച്ച് കഴുകണമെങ്കിൽ അവിടെ ഈ വൈറസിന് വ്യാപനം ഉണ്ടാകില്ല. വൈറസ് അപ്പോൾ തന്നെ ചത്തുപോകും, ആ രീതിയിൽ നശിച്ചു പോകും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിന് കഴിയാതെ വരുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. ഈ കുട്ടിക്ക് സംഭവിച്ചത് അതിൻ്റെ കൈയുടെ ഞരമ്പൊക്കെ ഉള്ള ഭാഗത്താണ്, കൈമടക്കിൻ്റെ പുറകുവശത്താണ് ഈ കടിയേൽക്കുന്നത്. വലിയ ആഴത്തുള്ള മുറിവായിരുന്നു. മാംസമൊക്കെ പുറത്ത് എല്ലൊക്കെ പുറത്ത് കാണുന്ന തരത്തിലേക്കുള്ള വലിയ മുറിവായിരുന്നു. അവിടെ കഴിയെങ്കിലും ആ മുറിവ് ഉണങ്ങിക്കിട്ടിയെങ്കിലും ഈ വൈറസ് വളരെ വേഗം വ്യാപിച്ചു. പെട്ടെന്ന് ഞരമ്പ് ഉള്ളതുകൊണ്ട് തന്നെ തലച്ചോറിലേക്ക് എത്തി ശരീരത്തിൽ ആ വൈറസിന് വ്യാപനമുണ്ട്. അതായത് ഈ ആൻറ്റി റാബീസ് വാക്സിൻ കൊടുക്കുമ്പോൾ അതിൻ്റെ ആൻറ്റിബോഡികൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ വൈറസിന് വ്യാപനമുണ്ട്. അതാണ് ഈ രോഗബാധയ്ക്കുള്ള കാരണമായി ഇപ്പോൾ ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. മുഖത്ത് അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അരയ്ക്ക് മുകളിലോട്ട് ഭാഗത്ത് കടിയേൽക്കുമ്പോഴാണ് സാധാരണഗതിയിൽ വളരെ വേഗം വൈറസ് വ്യാപനം ഉണ്ടാകുന്നത്. കുട്ടികൾക്ക് അത്തരത്തിൽ മുഖത്ത് കടിയേൽക്കാനും കാരണം കുട്ടികൾക്ക് അത്രമാത്രം ഉയരമുണ്ടാവുകയുള്ളൂ. അവർക്ക് ഈ നായെ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ മുഖത്തോ അല്ലെങ്കിൽ തലയിലോ കടിയേൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ പേവിഷബാധയുള്ള നായാണെങ്കിൽ അത് വളരെ വേഗത്തിൽ രോഗവ്യാപനം ഉണ്ടാകുന്നത്. അതിനപ്പുറത്തേക്ക് വാക്സിൻ പൂർണ്ണമായും ഫലപ്രദമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ പോകുന്നു. അതായത് മുഖത്തൊക്കെ ഒരു വിഷബാധയുള്ള ഒരു നായ കടിച്ചാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവി കടിച്ചാൽ രോഗം വരുമെന്ന് ഉറപ്പാണ്. അതിന് ഈ വാക്സിൻ്റെ പരിമിതി അവിടെ ഒരു പ്രശ്നമാണ്. പേവിഷബാധ ഏറ്റുകഴിഞ്ഞാൽ പിന്നീട് ഈ രോഗം ഭേദമാകാനുള്ള സാധ്യത വിരളമാണ്. 5-6 പേരാണ് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ അത്തരത്തിൽ ഈ പേവിഷബാധ ഏറ്റ ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്, അല്ലെങ്കിൽ ചികിത്സ പൂർണ്ണമായും ഫലം കണ്ട് തിരിച്ചു വന്നിട്ടുള്ളത്. അത് വളരെ ചെറിയ ഒരു കണക്ക് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് പേവിഷബാധ ഏറ്റ ആളുകൾ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. പക്ഷേ ഈ വാക്സിൻ എടുക്കണം. വാക്സിൻ എടുത്തവർക്ക് രോഗം പടരാനുള്ള സാധ്യത വളരെ കുറവാണ്. ആന്റിബോഡി ശരീരത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടെ ഈ ഞരമ്പിലൂടെ തലച്ചോറിലേക്കും നട്ടലിലേക്കും ഈ വൈറസ് എത്തിയത്, അത് പേവിഷബാധ എത്തിയതാണ് മരണകാരണമെന്ന് പറയുന്നുണ്ട്. ഞരമ്പിൽ നായുടെ കടിയേറ്റാൽ പെട്ടെന്ന് തന്നെ വൈറസ് വ്യാപനം സംഭവിക്കും. വാക്സിൻ എടുത്താലും അത് പ്രവർത്തിക്കാൻ സമയമെടുക്കുമെന്നൊക്കെയാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. പക്ഷേ മറ്റ് 2 കേസുകളും പരിശോധിച്ച് നോക്കിയാലും അവിടെ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പിന് വിശദീകരണം നൽകുന്നുണ്ടോ? അതായത് അവർ പറയുന്നതനുസരിച്ച്, അവരുടെ വിശദീകരണം അനുസരിച്ച് ഈ വൈറസിൻ്റെ ഈ വാക്സിൻ്റെ കാര്യത്തിൽ യാതൊരു വീഴ്ചയോ ഒരു പിഴവോ സംഭവിച്ചിട്ടില്ല എന്നാണോ ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നവരുണ്ട്? തീർച്ചയായിട്ടും വാക്സിൻ്റെ കാര്യത്തിൽ ഒരു പിഴവുമില്ല. വാക്സിൻ ഇപ്പോഴും പൂർണ്ണമായും ഫലപ്രദം തന്നെയാണ്. പക്ഷേ ഈ കുട്ടിയുടെ കയ്യിൽ ഏറ്റ മുറിവിൻ്റെ ഒരു ആഴമാണ് പ്രധാന പ്രശ്നം. വളരെ വേഗത്തിൽ ഈ ഞരമ്പുള്ള ഭാഗമായതുകൊണ്ട് തന്നെ നെർവുള്ള ഭാഗമായതുകൊണ്ട് വളരെ വേഗം ഈ അണുവ്യാപനമുണ്ടായി. കോഴിക്കോട്ടെ കുട്ടിക്ക് പറ്റിയതും അതാണ്. തലയിലാണ് കടിയേറ്റത്. തലയും അതുപോലെ തന്നെ ഏറ്റവും സെൻസിറ്റീവായ ഒരു പ്രദേശമാണ്. അവിടെയും ഞരമ്പുകളുടെ വലിയ സാന്നിധ്യമുള്ള പ്രദേശമാണ്. കാലിലോ മറ്റോ കടിയേൽക്കുമ്പോൾ അല്ല, ഇത്തരത്തിൽ അരയ്ക്ക് മുകളിലേക്ക് കടിയേൽക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗബാധയുടെ വേഗം
അതാണ് ഏറ്റവും പ്രശ്നമായത്. ഈ ഡോക്ടർമാർ വളരെ കൃത്യമായി പറയുന്നത് ഈ ആൻറ്റി റാബീസ് ഇഞ്ചക്ഷൻ എടുത്തു. പക്ഷേ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് എടുക്കുമ്പോൾ സ്വാഭാവിക ഒരു ആൻറ്റിബോഡി രൂപപ്പെടും. അതായത് ഈ വൈറസ് വ്യാപനം തടയാനുള്ള ഒരു ശേഷി ശരീരം കൈവരിക്കും. ആ ശേഷി കൈവരിക്കുന്നതിന് മുമ്പ് തന്നെ വൈറസ് വ്യാപനമുണ്ടായി. അതാണ് ഈ കുട്ടിക്കും അതുപോലെ തന്നെ കോഴിക്കോട്ടെ കുട്ടിക്കും ഒക്കെ സംഭവിച്ച കാര്യം അതാണ്. വലിയ മുറിവാണ്. ആ മുറിവിലൂടെ വളരെ വേഗത്തിൽ ഞരമ്പിലൂടെ ഇത് ശരീരത്തിൽ കലർന്നു. അതാണ് സംഭവിക്കുന്നത്. സാധാരണ ഈ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിക്കുന്ന 95% ഇത്തരത്തിൽ ആൻറ്റി റാബീസ് വാക്സിൻ എടുക്കാത്തവരാണ്, ചികിത്സയിൽ വീഴ്ച വരുത്തുന്നവരാണ്. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും ഈ വാക്സിൻ എടുത്താൽ അപകടമുണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇവിടെ ഈ മുറിവിൻ്റെ ആഴവും വളരെ വേഗത്തിൽ രോഗവ്യാപനം ഉണ്ടായതുമൊക്കെ അതൊരു കാരണവശാലും ഈ ഡോക്ടർമാർ പറയുന്നത് നമ്മൾ അതുവരെ വിശ്വസിക്കുകയാണെങ്കിൽ കുട്ടിയുടെ കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ അവർ ചികിത്സയ്ക്ക് പോയ ആശുപത്രികളുടെ പിഴവല്ല. പക്ഷേ തീർത്തും നിർഭാഗ്യം. എല്ലാ മരുന്നുകൾക്കും അതിനൊരു പരിമിതിയുണ്ട്. ആ പരിമിതി ഈ കുട്ടിയുടെ കാര്യത്തിലും ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ, ഏറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥ. പലപ്പോഴും ഈ വാക്സിൻ എടുക്കാതെ പല ആളുകളും മാറി നടക്കാറുണ്ട്. അവിടെയൊക്കെ മരണം ഉറപ്പാണ്, അത് ഈ രോഗവ്യാപനവും ഉറപ്പാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എല്ലാ മുൻകരുതൽ എടുത്തിട്ടും ഉണ്ടായത് തീർത്തും ദൗർഭാഗ്യകരം. ഒരുപക്ഷേ ഈ ആരോഗ്യ വിദഗ്ധർക്ക് പോലും അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനങ്ങൾക്ക് പോലും ഉള്ള പരിമിതിയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ വാക്സിൻ അപ്പോഴും ഫലപ്രദമാണ്. വാക്സിൻ എടുത്തില്ലെങ്കിൽ മരണം 100% ഉറപ്പാണ്. ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും അത് വാക്സിൻ എടുത്താൽ മാത്രമേ കഴിയുകയുള്ളൂ. കോവിഡ് കാലത്തെന്ന പോലെ തന്നെയാണ് ഈ വാക്സിൻ്റെ കാര്യത്തിൽ, ആൻറ്റി റാബീസ് വാക്സിൻ്റെ കാര്യത്തിലും ആരോഗ്യ വിദഗ്ധർ ആ മുന്നറിയിപ്പ് നൽകുന്നത്. വാക്സിൻ എടുത്താൽ നിങ്ങളുടെ ജീവൻ രക്ഷപ്പെടാൻ സാധ്യത വളരെയധികം വർദ്ധിക്കും, ഇല്ലെങ്കിൽ അത് കുറയും. ഈ ആൻറ്റി റാബീസ് വാക്സിൻ ഇത്തരം ഒരു പരിമിതി കാണിക്കുന്നത് അത് തന്നെയാണ്. വി അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ വാക്സിൻ്റെ കാര്യത്തിൽ പല രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞാൽ വാക്സിൻ എടുക്കുക, അത് ഒരു 90%-ഓളം തിരികെ വരാനുള്ള സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങളാണിത്. അത് അവിടെയും അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞരമ്പിൽ കടിയേറ്റതാണ്, നായയുടെ കടിയേറ്റതാണ് മരണകാരണമായത്. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ എറണാകുളം CBI കോടതിയിൽ വിചാരണ തുടങ്ങി. കേസിൽ 31 പ്രതികളാണുള്ളത്. CPM നേതാക്കളായ P ജയരാജൻ, TV രാജേഷ് എന്നിവരടക്കമുള്ള പ്രതികൾ കോടതിയിൽ ഹാജരായി. കേസിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും കോടതിയിൽ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുമെന്നും P ജയരാജൻ പ്രതികരിച്ചു. അല്ല, കേസിനെ പറ്റി കോടതിക്കകത്താണല്ലോ പറയേണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീൽ അത് കോടതിക്കകത്ത് പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് സംബന്ധിച്ച് എനിക്ക് പുറത്തൊന്നും പ്രതികരിക്കേണ്ടതില്ല, പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ കേസ് നടപടികളൊക്കെ കഴിഞ്ഞാലല്ലേ പറയാൻ പറ്റുക. ഇതൊക്കെ കോടതിക്കകത്ത് എടുത്തിട്ടുള്ള നിലപാടാണ്. അപ്പോൾ കോടതിക്കകത്ത് ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള അഭിഭാഷകന്മാരുണ്ട്. അഭിഭാഷകന്മാർ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യും. അത് സംബന്ധിച്ച് പുറത്ത് മാധ്യമങ്ങളോട് യാതൊന്നും പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഷുക്കൂറിന് നീതി ലഭിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ നേതൃത്വം പ്രതികരിച്ചത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, ഏറെ കോളിളക്കം സൃഷ്ടിച്ച രാഷ്ട്രീയ കൊലപാതകമായിരുന്നു അരിയിൽ ഷുക്കൂറിൻ്റേത്. വർഷങ്ങൾക്ക് ശേഷം വിചാരണ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ആരുടെയൊക്കെയായിരുന്നു വിസ്താരം? ടോം, 2012 ഫെബ്രുവരിയിലാണ് അരിൽ ഷുക്കൂർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ P ജയരാജന്റെയും അന്നത്തെ കല്യാശ്ശേരി MLA ആയിരുന്ന TV രാജേഷിന്റെയും വാഹന വ്യൂഹത്തിന് നേരെ കല്ലെറിഞ്ഞു. അതും പ്രത്യേകിച്ച് അരിയിൽ പട്ടുവത്ത് CPM ലീഗ് സംഘർഷം ഉണ്ടാകുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതേ തുടർന്ന് ഇവരുടെ വാഹന വ്യൂഹത്തിന് കല്ലെറിയുകയും അരിയിൽ ഷുക്കൂറിനെ കൊല്ലാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയുമായിരുന്നു എന്നാണ് കേസ്. അതിൽ അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും അത് കേട്ടുനിന്നിട്ടും ഈ TV രാജേഷും P ജയരാജനും അത് തടഞ്ഞില്ല എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള കേസ്. അതേസമയം ഇത് കേട്ടത്, അതായത് 2 സാക്ഷികൾ ഇതുമായി ബന്ധപ്പെട്ട കോടതിയിൽ മൊഴി നൽകിയിരുന്നു. ഇത് കേട്ടിരുന്നു, തങ്ങളിത് കേട്ടിരുന്നു, അരിയിൽ ഷുക്കൂറിനെ വകവരുത്താൻ ഇവർ ഗൂഢാലോചന നടത്തുന്നത് കേട്ടിരുന്നു എന്നുമായിരുന്നു പറഞ്ഞത്. അതേസമയം പിന്നീട് അത് നടത്തിയിരുന്ന കോടതിയിൽ നടത്തിയ വിചാരണക്കിടെ ഈ കേസ് നടക്കുന്ന സാഹചര്യത്തിൽ ഈ ജയരാജന്റെയും
TV രാജേഷിന്റെയും കേസ് ഇവരിത് തടഞ്ഞില്ല എന്നുള്ളത് തന്നെയാണെങ്കിൽ എന്തുകൊണ്ട് ലീഗ് നേതാക്കളും അതിൽ തടഞ്ഞില്ല, അല്ലെങ്കിൽ ഈ കേട്ടു എന്ന് പറയുന്ന സാക്ഷികളും തടഞ്ഞില്ല? അങ്ങനെയെങ്കിൽ അവർക്കെതിരെയും ഈ അതേ കുറ്റം തന്നെ, സമാനമായ കുറ്റം തന്നെ ചുമത്തേണ്ടതല്ലേ എന്ന് കോടതി ചോദിക്കുകയും പിന്നീട് അവർ അങ്ങനെ ഉണ്ടായിട്ടില്ല, അത് ഞങ്ങൾ കള്ളമൊഴി പറയുകയായിരുന്നു എന്നൊരു വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. അത് പിന്നീട് ആ കേസിൽ അത്തരത്തിലാണ് ഈ സാക്ഷിമൊഴികൾ വന്നിരുന്നത്. അതേസമയം 12 വർഷത്തിനു ശേഷമാണ് CBI ഈ കോടതിയിൽ ഈ വിചാരണ നടപടികൾ തുടങ്ങിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജുഡീഷ്യൽ കോടതികൾ, ജില്ലാ കോടതി വരെ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ നടന്നിരുന്നു. അതേസമയം അതിനുശേഷം ഷുക്കൂറിന്റെ അമ്മയാണ് ഈ CBI കേസ് അന്വേഷിക്കണം, കേസ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി നൽകിയത്. അതേ തുടർന്നാണ് ഇപ്പോൾ CBI കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ നടപടികൾ തുടങ്ങിയിട്ടുള്ളത്. 33 പ്രതികളാണ് കേസിലുള്ളത്. അതിൽ 2 പേര് മരിച്ചുപോയതിൽ 31 പ്രതികൾ നിലവിലുണ്ട്. അതായത് അവരുടെയൊക്കെ വിചാരണകൾ ആണ് തുടങ്ങുന്നത്. അതുമാത്രമല്ല 83 സാക്ഷികളാണുള്ളത്. അതിൽ 21 സാക്ഷികളെ ഇന്ന് വിസ്തരിക്കും. 21 സാക്ഷികളും കോടതിയിൽ ഹാജരായിട്ടുണ്ട്. P. ജയരാജൻ ഹാജരായിട്ടുണ്ട്, TV രാജേഷ് ഹാജരായിട്ടുണ്ട്. ഈ കൊല്ലപ്പെടുന്ന സമയത്ത് അരിൽ ഷുക്കൂറിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തും 1ാം സാക്ഷിയുമായ സക്കറിയയുടെ മൊഴികൾ ഈ കേസിലേറെ നിർണായകമായിരുന്നു. മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ സക്കറിയയാണോ ആദ്യം ഈ കേസിൽ മുഹമ്മദ് ഷായാണ് വാദിഭാഗം അഡ്വക്കേറ്റ്. അദ്ദേഹം അത്തരത്തിലാണ്, അതായത് ഷുക്കൂർ കൊല്ലപ്പെടുകയും സക്കറിയയ്ക്ക് കുത്തേൽക്കുകയുമായിരുന്നു. ആ സമയത്ത് തന്നെ അരിൽ ഷുക്കൂറിനൊപ്പം തന്നെ ആക്രമണത്തിനിരയായ ആളാണ് സക്കറിയയുടെ മൊഴി ഇക്കാര്യത്തിൽ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ സക്കറിയ ആയിരിക്കും ആദ്യമായി വിസ്തരിക്കുക എന്നുള്ള കാര്യത്തിലും വ്യക്തതയുണ്ട് എന്നുള്ള കാര്യമായിരുന്നു അന്ന് ഇദ്ദേഹം വാദിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കിയത്. അങ്ങനെയാണ്. എന്തായാലും വിസ്താരം തുടങ്ങിയിട്ടേ ഉള്ളൂ, വിസ്താരം നടന്നുകൊണ്ടിരിക്കുകയാണ്. 21 സാക്ഷികളെയാണ് ഇന്ന് വിസ്തരിക്കുന്നത്. 83 സാക്ഷികളാണ് മുഴുവൻ ഉള്ളത്. ഈ 83 സാക്ഷികളിൽ ഘട്ടം ഘട്ടമായുള്ള, അതായത് ആദ്യഘട്ട വിചാരണയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ അരിൽ ഷുക്കൂറിനെ വധിച്ചു, അല്ലെങ്കിൽ അതിന് ഗൂഢാലോചന നടത്തി എന്നുള്ള കേസാണ് P. ജയരാജനും TV രാജേഷിനും എതിരെയുള്ളത്. TV രാജേഷും P. ജയരാജനും കോടതിയിൽ ഹാജരായിട്ടുമുണ്ട് രാവിലെ തന്നെ. അതേസമയം ഇവരുടെ വാഹന വ്യൂഹത്തിന് കല്ലെറിഞ്ഞു, അതിന് അരിൽ ഷുക്കൂർ നേതൃത്വം നൽകി. അന്നത്തെ കല്യാശ്ശേരി MLA ആയിരുന്ന TV രാജേഷിന്റെയും അതുപോലെ P. ജയരാജന്റെ വാഹന വ്യൂഹത്തിന് കല്ലെറിഞ്ഞു എന്നുള്ളതാണ് അരിൽ ഷുക്കൂറിനെ വകവരുത്താൻ നടത്തിയ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നാണ് ആരോപണം. ഈ മുസ്ലിം ലീഗ് CPM സംഘർഷം നടന്ന അരിയിൽ പട്ടുവം സ്ഥലത്താണ് ഈ പ്രശ്നമുണ്ടായത്. അതിന് നേതൃത്വം നൽകിയത് അന്നത്തെ MSF പ്രവർത്തകനായിരുന്ന അരിൽ ഷുക്കൂറാണ്. അതുകൊണ്ടാണ് ഷുക്കൂർ തന്നെ നേതൃത്വത്തിലാണ് ഇവർക്ക് നേരെ ആക്രമണം ഉണ്ടായത്, അല്ലെങ്കിൽ ഇവരുടെ വാഹനം തടയുന്ന സാഹചര്യത്തിലേക്ക് വാഹന വ്യൂഹത്തിന് കല്ലെറിയുന്ന സാഹചര്യം ഉണ്ടായതുമെന്നാണ് അന്ന് ആരോപണം ഉണ്ടായത്. അതേ തുടർന്നാണ് ഷുക്കൂറിനെ വകവരുത്തണമെന്ന് ഇവർ ഗൂഢാലോചന നടത്തിയതും അതേ തുടർന്ന് ഷുക്കൂറിനെ കൊല്ലുകയായിരുന്നു. അതായത് കുറച്ച് സമയം അതുപോലെ തന്നെ അദ്ദേഹം തടങ്കലിൽ വെച്ച് കൊല്ലുകയായിരുന്നു എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെയാണ് ലീഗ് നേതാക്കൾ ആരോപിക്കുന്നത്. ലീഗിന്റെ തന്നെ വക്താവായ അഭിഭാഷകൻ മുഹമ്മദ് ഷാ തന്നെയാണ് ഈ കേസ് വാദിഭാഗത്തിന്റെ അഭിഭാഷകനായി കോടതിയിൽ ഹാജരായിട്ടുള്ളതും. ടോം, തീർച്ചയായും ഈ 1ാം സാക്ഷിയുടെ കേസിൽ 1ാം സാക്ഷി സക്കറിയയുടെ വിസ്താരം തന്നെ 2-3 ദിവസം എടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സാക്ഷികളുടെ വിസ്താരം എല്ലാം പൂർത്തിയായ ശേഷം മാത്രമായിരിക്കുമല്ലോ പ്രതികളിലേക്ക് കിടക്കുക. ഈ പ്രതികളുടെ വിചാരണ അത് എന്ന് തുടങ്ങാൻ കഴിയും? പ്രതിഭാഗം അഭിഭാഷകരുടെ അതോടൊപ്പം വാദിഭാഗം അഭിഭാഷകർ നൽകുന്ന സൂചനകൾ എങ്ങനെയാണ്? ടോം, സക്കറിയയാണ് ഇന്ന് ആദ്യം വിസ്തരിക്കുക എന്നാണ് വാദിഭാഗ അഭിഭാഷകൻ പറഞ്ഞത്. അതേ തുടർന്ന് മാത്രമല്ല 21 സാക്ഷികൾക്കാണ് നിലവിൽ ഹാജരാകാൻ സമൻസ് അയച്ചിട്ടുള്ളത്. ടോം സൂചിപ്പിച്ചതുപോലെ ദിവസങ്ങൾ എടുക്കും ഈ 21 സാക്ഷികളെയും വിസ്തരിക്കാൻ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് തന്നെ ഈ ഹാജരായിട്ടുള്ള ഈ 21 സാക്ഷികളും കോടതിയിൽ ഹാജരായിട്ടുണ്ട്. അതിനുശേഷം അവർക്ക് നിർദ്ദിഷ്ട ദിവസങ്ങൾ നൽകിയ ശേഷമായിരിക്കും അതിൽ വിസ്താരം നടക്കുക. അതായത് തുടർന്നുള്ള ദിവസങ്ങളിലുള്ള വിസ്താരം നടക്കുക. എന്നാലും പ്രതിഭാഗത്തു നിന്നും ഇന്ന്
പ്രതികളായിട്ടുള്ള പി ജയരാജനും ടി വി രാജേഷും കോടതിയിൽ ഹാജരായിട്ടുണ്ട്. അവർക്ക് വേണ്ടി അവരുടെ അഭിഭാഷകനും അഡ്വക്കേറ്റ് വിശ്വനാണ് അവരുടെ കേസ് നോക്കുന്നത്. ബി രാമൻപിള്ളയും അവർക്ക് വേണ്ടി ഹാജരായിട്ടുണ്ട് എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. നമുക്കറിയാം, കൊച്ചിയിലെ തന്നെ ഹൈക്കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകനാണ്. പ്രമാദമായ പല കേസുകളും ഏറ്റെടുത്തുള്ള അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയും പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായിട്ടുണ്ട്. എന്തായാലും കോടതിയിൽ പറഞ്ഞതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനില്ല എന്നാണ് പി ജയരാജൻ പ്രതികരിച്ചത്. കോടതിയിൽ പറയാനുള്ളത് കോടതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെയും ഇതിൽ കുറ്റകൃത്യം നടന്നതുമായി ബന്ധപ്പെട്ട തരത്തിൽ പങ്കൊന്നുമില്ല എന്ന് മാധ്യമങ്ങളോട് നേരത്തെ അദ്ദേഹം പ്രതികരിച്ചു. അതിൽ ഉറച്ചു നിൽക്കുന്നു. അതുപോലെ കോടതിയിൽ പറഞ്ഞതിലും ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് പി ജയരാജൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും ഈ പ്രതികൾ ഹാജരായിട്ടുണ്ട്. ആദ്യം വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. CPM-നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു കേസാണ് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് നേതാവായ അരിൽ ഷുക്കൂറിന്റെ വധം. ഈ കേസിലാണ് 13 വർഷങ്ങൾക്ക് ശേഷം വിചാരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞു. സിനിമയുടെ വ്യാജ പതിപ്പ് പ്രദർശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. വാഗമൺ യാത്രയ്ക്കിടെ ഗതാഗത കുരുക്കിൽപ്പെട്ട ബസ്സിലെ ദൃശ്യങ്ങൾ മറ്റൊരു വാഹനത്തിലെ യാത്രക്കാരാണ് ചിത്രീകരിച്ചത്. സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് M. രഞ്ജിത്ത് ന്യൂസ് 18നോട് പറഞ്ഞു. അറിഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളുടെ തന്നെ കോ ഡയറക്ടറും അതിനകത്ത് മെയിൻ വേഷം അഭിനയിച്ചിട്ടൊരാളാണ് ബിനു പപ്പുവിന്റെ പേജിലേക്ക് ഒരു കുട്ടി ഇത് അയച്ചു കൊടുത്തതാണ്. ഇങ്ങനെ അവരൊരു ട്രാഫിക് ജാമിൽ കിടക്കുമ്പോൾ ഈ ബസ്സിൽ ഈ വീഡിയോ പ്രദർശിപ്പിക്കുന്നതും അതിന്റെ വീഡിയോസും ഫോട്ടോസും ആ വണ്ടിയുടെ നമ്പർ ഉൾപ്പെടെ ഉള്ളത് അയക്കുകയായിരുന്നു. അങ്ങനെ ബിനു പപ്പുവാണ് ഇത് ആദ്യമായിട്ട് അറിയുന്നത്. ബിനു ആണ് എനിക്കിത് അയച്ചു തന്നത്. ഇത് അയച്ചു വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത് ഈ സിനിമ ഇറങ്ങിയിട്ട് 11 ദിവസമേ ആയിട്ടുള്ളൂ. ഈ 11 ദിവസത്തിൽ ഇന്നലെ 10ാം ദിവസമാണ്. ഈ 10ാം ദിവസം ഇതൊരു പബ്ലിക്കായി ഒരു ബസ്സിനകത്തിട്ട് ഇത്രയും ആളുകളെ കാണിച്ചുകൊണ്ട് പരസ്യമായി നമ്മുടെ റോഡിലൂടെ ഓടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രവണതയാണ്. അപ്പോ ഇത് ശരിക്കും ഇതൊരു സിനിമ എന്ന് പറയുന്ന ഒരു വളരെ മോശമായ ഒരു കാലഘട്ടത്തില് രക്ഷപ്പെടുന്ന വളരെ കുറച്ച് സിനിമകളുള്ള കാലഘട്ടത്തിൽ അപ്പോ അത്തരം സിനിമകൾ ഇങ്ങനെ പ്രദർശിപ്പിച്ച് അതിന് എനിക്ക് മാത്രമല്ല ഇതിനകത്ത് ശരിക്കും സർക്കാരിന്റെ ആയാലും GST ആയാലും എല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയ മോശം പ്രവണതയാണിത്. അത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ വാദം. കാരണം ഇത് ഇങ്ങനെ ഒരു തെറ്റ് കാണിക്കുമ്പോൾ അത് തെറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇതിന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചത്. ഇത്തരം കാര്യങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കുന്നത് അവർക്കെതിരെ അവരെ നശിപ്പിക്കാൻ വേണ്ടി അല്ല. ശരിക്കും ഇത് പലർക്കും അറിയാൻ കൂടെ കഴിയുന്നില്ല ഇതൊന്നും തെറ്റാണെന്ന്. ഇതൊരു തെറ്റാണ് എന്ന് നമ്മൾ ജനം അറിയേണ്ടത് ആവശ്യമാണ്. കാരണം ഇതൊരു വളരെ വലിയ തെറ്റാണ്. കാരണം എത്രയോ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടി നമ്മളിത് ഒരു സിനിമ ഇറക്കിക്കൊണ്ട് വരുമ്പോൾ അത്തരം സിനിമകൾ ഇത്ര ദിവസം കൊണ്ട് ഇത് കാണുക, ഇത് അല്ലെങ്കിൽ പൈറേറ്റഡ് ആയിട്ടുള്ള കാണുക എന്ന് പറയുന്നത് ഒരു വ്യവസായം നശിക്കുന്നതിന് തുല്യമല്ലേ? അപ്പൊ അതിന് എതിരെ നമ്മൾ പരാതി കൊടുക്കാതിരിക്കുന്നത് ശരിയാണോ? വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അജയ്, സമീപകാലത്ത് പുറത്തിറങ്ങിയ പല സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളും പ്രത്യേകിച്ച് എമ്പുരാൻ, മാർക്കോ, ARM പോലുള്ള ചിത്രങ്ങളുടെ വ്യാജ പതിപ്പുകൾ ഇന്റർനെറ്റ് വഴി പുറത്തു വന്നതാണ്. ഇവിടെ അതിൽ ടെലിഗ്രാം വഴിയാണ് കൂടുതലും ഈ സമീപകാലത്ത് വ്യാജ പതിപ്പുകൾ പുറത്തിറങ്ങുന്നത്. പക്ഷേ ഈ തുടരുമെന്ന ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് ചോർന്നതെന്ന് വ്യക്തമായിട്ടുണ്ടോ? നിലവിൽ അത്തരം കാര്യങ്ങളെപ്പറ്റി ഒരു സൂചനയും ലഭിച്ചിട്ടില്ല കേട്ടോ. അതിനെപ്പറ്റി തീർച്ചയായിട്ടും അന്വേഷണം നടക്കേണ്ടതുണ്ട്. ചിത്രത്തിൻ്റെ നിർമ്മാതാവായിട്ടുള്ള M. രഞ്ജിത്ത് നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി അന്വേഷണം പുരോഗമിക്കേണ്ടതുണ്ട്. അപ്പോൾ മന്ത്രി സജി ചെറിയാൻ്റെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങളും കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നു. അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും കൃത്യമായ തെളിവും പരാതിയും ലഭിക്കുകയാണെങ്കിൽ കർശന നടപടി സ്വീകരിക്കും എന്നാണ് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ
ദൃശ്യങ്ങൾ തന്നെയാണ് ഈ ഒരു സംഭവത്തെ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ തെളിവ്. അതിൽ ബസ് നമ്പർ ഉൾപ്പെടെ വ്യക്തമായിട്ടുണ്ട്. ബസ് ഉടമയുടെയും ഡ്രൈവറിൻ്റെ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരുന്നു ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ്. അവർ പറയുന്നതനുസരിച്ച് ഈ ചിത്രം ബസ്സിനകത്ത് പ്രദർശിപ്പിച്ചത് ഇവർ അറിഞ്ഞിരുന്നില്ല. ഇതിനകത്ത് പ്രദർശിപ്പിച്ച ഈ ടെലിവിഷൻ എന്ന് പറയുന്നത് യാത്രക്കാർ അവരുടെ ഫോൺ വഴി കണക്ട് ചെയ്താണ് ഈ ചിത്രം അവിടെ പ്രദർശിപ്പിച്ചതെന്നാണ് ഡ്രൈവറും അതുപോലെ തന്നെ ഉടമയും പറയുന്നത്. ഈ സംഭവവുമായി അവർക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ് അവർ കഴിയൊഴിയുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിലവിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ യാത്രക്കാരുടെ ബസ്സിൽ യാത്ര ചെയ്ത എല്ലാ യാത്രക്കാരുടെയും നമ്പർ ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് നൽകുമെന്നും അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും ഉൾപ്പെടെ ഉള്ള വിവരങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ ഇനി കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് ചിത്രങ്ങൾ മാർക്കോ ആണെങ്കിലും എമ്പുരാനാണെങ്കിലും ARM ആണെങ്കിലും ഈ ചിത്രങ്ങളെല്ലാം ടെലഗ്രാം വഴിയും അതുപോലെ തന്നെ മറ്റ് ടൊറന്റ് വെബ്സൈറ്റുകൾ വഴിയൊക്കെ ചോർന്നത് കൃത്യമായിട്ടുള്ള ഒരു സോഴ്സ് ഉണ്ടായിരുന്നു, ഏത് വഴിയാണ് ചിത്രം ചോർന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ അണിയറ സംഘം പരാതി നൽകിയതിന് തൊട്ട് പിന്നാലെ ഇതിൻ്റെ വ്യാജ പതിപ്പുകൾ ഇൻ്റർനെറ്റിൽ നിന്ന് നീക്കം ചെയ്യാനും അതുപോലെ തന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉൾപ്പെടെ നൽകാനും എല്ലാം സാധിച്ചിരുന്നു. എന്നാൽ ഈ തുടരും ഇത് ചോർന്നത് ഏത് വഴിയാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള സൂചനകൾ ഇല്ലാത്തതിനാൽ തന്നെ ഇതിൽ എന്ത് നടപടികൾ അടുത്ത് സ്വീകരിക്കണം എന്നുള്ളത് ഒരു അവ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഈ ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള യാത്രക്കാരെയും അതുപോലെ തന്നെ ബസ് ഉടമയും ഡ്രൈവറെയും ഉൾപ്പെടെ എല്ലാവരെയും ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഒരു യഥാർത്ഥ സോഴ്സ് ഏതാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. നിലവിൽ ആ സോഴ്സ് ഏതാണെന്ന് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ചിത്രം തീർച്ചയായും അത് അല്പം കൂടി എളുപ്പമുള്ള കാര്യമാണ്. കാരണം സാധാരണഗതിയിൽ ഈ ഇന്റർനെറ്റ് വഴി സിനിമയുടെ വ്യാജ പതിപ്പുകൾ ചോരുന്ന സംഭവത്തിൽ ഇതിന്റെ ഉറവിടത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല അന്വേഷണ സംഘത്തെ സംബന്ധിച്ച്. പക്ഷേ ഇവിടെ സിനിമയുടെ നിർമ്മാതാവ് നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ്. ബസിന്റെ ഉടമയെ, ജീവനക്കാരെ, യാത്രക്കാരെ ചോദ്യം ചെയ്യുന്ന നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലേക്ക് ഉടൻ കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നിയമ നടപടികളുമായി പോയി കഴിഞ്ഞു. ഇന്ന് രാവിലെ എം രഞ്ജിത്തുമായി സംസാരിച്ചതനുസരിച്ച് ഇത് ആരെയും കുടുക്കാനുള്ള അല്ലെങ്കിൽ ആരെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. ഇത് പലരും അറിയാതെയാണ് ഈ കാര്യം, ഈ ചിത്രത്തിൻ്റെ വ്യാജ പതിപ്പുകൾ ചോരുന്നത് ഇത്തരത്തിൽ എടുത്ത് കാണുന്നത്. എന്നാൽ ഇതൊരു കുറ്റകൃത്യത്തിൽ അവർ പോലും അറിയാതെ അവർ ഏർപ്പെടുകയാണ്. അപ്പോൾ ഈ പരാതി കൊണ്ട് ഒരുപാട് പേരിലേക്ക് ഈ സന്ദേശം എത്തിക്കുക, തിയേറ്ററിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന ഇത്തരം ചിത്രങ്ങൾ അത് ഫോൺ വഴി അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങൾ വഴി കാണുന്നത് അത് ചിത്രത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് പേരുടെ അന്നം മുട്ടിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അത് തീർച്ചയായിട്ടും തടയുക തന്നെ വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. തുടരും എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വെറും 6 ദിവസം കൊണ്ട് 100 കോടി ക്ലബിലെത്തി. എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം അത് മലയാള സിനിമയ്ക്ക് നൽകിയ ഒരു ബൂസ്റ്റ് ഉണ്ട്. അത് തുടരും ഇതിലൂടെ ഈ 6 ദിവസം കൊണ്ട് 100 കോടി ക്ലബിലെത്തി തുടരും ഇതിലൂടെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഈ സിനിമയുടെ വ്യാജ പതിപ്പ് ലീക്ക് ചെയ്ത് ഈ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത് സിനിമയുടെ കളക്ഷനെ ഉൾപ്പെടെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ചിത്രത്തിൻ്റെ നിർമ്മാതാവ് എം രഞ്ജിത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ ചിത്രം ഏതുവഴിയാണ് ചോർന്നത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കണ്ടുപിടിച്ച് അതിന് കൃത്യമായി തടയാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇതിനു മുൻപ് ARM എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ വ്യാജ പതിപ്പും സമാനമായിട്ടുള്ള രീതിയിൽ ചോർന്നിരുന്നു. അന്ന് ഈ ചിത്രം ഒരു ട്രെയിനിലിരുന്ന് ഒരു യാത്രക്കാരൻ തന്റെ മൊബൈൽ ഫോൺ വഴി കാണുന്ന ദൃശ്യങ്ങൾ ആ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് ഈ സിനിമയുടെ നിർമ്മാതാവ് രഞ്ജിത്ത് ഈ ബസ് ഉടമയുമായി ഫോണിൽ സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. ഈ ബസ് ഉടമ പറഞ്ഞതനുസരിച്ച് ഒരു യാത്രക്കാരനാണ് ഈ വ്യാജ പതിപ്പ് ഈ ബസ് ജീവനക്കാർക്ക് നൽകിയത്. പിന്നീട് പ്രദർശിപ്പിക്കുകയായിരുന്നു സിനിമയിൽ. ആ തരത്തിൽ അങ്ങനെയാണെങ്കിൽ അന്വേഷണം നീങ്ങേണ്ടതല്ലേ? കാരണം ഈ യാത്രക്കാരനെ കണ്ടെത്തി കഴിഞ്ഞാൽ, യാത്രക്കാരനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വ്യാജപതിപ്പ് കിട്ടിയത്, ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് ചോരുന്നത് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് എത്താൻ പോലീസിന് കഴിയില്ലേ? തീർച്ചയായിട്ടും ഈ അന്വേഷണവുമായി പൂർണ്ണമായിട്ടും സഹകരിക്കുമെന്നാണ് ബസ് ഉടമ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. യാത്രക്കാരുടെ എല്ലാവരുടെയും നമ്പർ നിലവിൽ ഇപ്പോൾ നിർമ്മാതാവിന് നൽകി കഴിഞ്ഞു. ഇത് അന്വേഷണ സംഘത്തിന് കൈമാറും. അതിനുശേഷം കൃത്യമായി അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് ബസ് ഉടമ പറയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ബസ് ഉടമയുടെ ഒരു ഭാഷ്യം ഇതാണ്: യാത്രക്കാരിൽ ഒരാളാണ് ഈ തുടരുമെന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പതിപ്പ് ഈ ടെലിവിഷനുമായി കണക്ട് ചെയ്ത് അവിടെ പ്രദർശിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ കൂടുതൽ നോക്കുകയാണെങ്കിൽ ഇതിനു മുൻപേ
ടൊറൻറ്റ് വഴിയും അതുപോലെ തന്നെ ടെലഗ്രാം വഴിയൊക്കെ ഡൗൺലോഡ് ചെയ്ത് വളരെ സ്വകാര്യമായിരുന്ന മൊബൈൽ ഫോൺ വഴി അല്ലെങ്കിൽ ലാപ്ടോപ്പ് വഴിയൊക്കെ കണ്ടിരുന്ന ഒരു കുറ്റകൃത്യം എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരുന്ന ഈ ഒരു സംഭവം ഇത് തീർത്തും ഒരു അന്യായമായ രീതിയിൽ, തീർത്തും ദൗർഭാഗ്യകരമായിട്ടുള്ള രീതിയിൽ ബസ് പോലെ ഒരു പൊതുവായിട്ട് പരസ്യമായിട്ട് മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ ഇരുന്ന് ഈ ചിത്രം കാണുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു അടുത്ത തലത്തിലേക്ക് പോയിരിക്കുകയാണ്. അത് യാത്രക്കാരിൽ മറ്റ് ഈ ബസ്സിന് പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു യാത്രക്കാരിയാണ് ഈ സംഭവം നടക്കുന്നത് കണ്ട് ഇതിൻ്റെ വീഡിയോയും ഫോട്ടോകളും പകർത്തി ഈ ചിത്രത്തിൻ്റെ സഹസംവിധായകനും അതുപോലെ തന്നെ ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള ബിനു പപ്പുവിന് അയച്ചു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വഴിയാണ് ഈ ദൃശ്യങ്ങളും മറ്റ് കാര്യങ്ങളും ഷെയർ ചെയ്തത്. ബിനു പപ്പുവാണ് ഈ കാര്യം ഉടൻ തന്നെ നിർമ്മാതാവിനെയും മറ്റ് അണിയറ പ്രവർത്തകരെയും അറിയിക്കുകയും മറ്റ് നിയമ നടപടികളിലേക്ക് പോകാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തത്. നിലവിൽ പരാതി നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ബസ് ഉടമയുടെ ഈ വാദമാണെങ്കിലും അത് അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു യാത്രക്കാരനാണ് ഇതിൻ്റെ പതിപ്പ് ഈ ടെലിവിഷൻ കണക്ട് ചെയ്ത് പ്ലേ ചെയ്തതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ യാത്രക്കാരനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ടോം ആദ്യം ചോദിച്ച ചോദ്യം പോലെ തന്നെ ഇതിൻ്റെ സോഴ്സ് കണ്ടെത്തേണ്ടതുണ്ട്. ഇതിൻ്റെ മറ്റ് ചിത്രങ്ങളുടെ വ്യാജ പതിപ്പുകൾ ഇറങ്ങിയ സമയത്തെല്ലാം അതിൻ്റെ സോഴ്സ് പ്രാരംഭമായിട്ട് അത് ഏത് വഴിയാണ് പുറത്തു വന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമായിരുന്നു. എന്നാൽ നിലവിൽ തുടരും എന്ന് പറയുന്ന ചിത്രം അത് ലീക്കായിട്ടുണ്ടെന്ന് ഈ ബസ്സിലെ വീഡിയോ കണ്ടപ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത് ഏത് വഴി അവർക്ക് ലഭ്യമായി, എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് പ്രദർശിപ്പിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വ്യക്തമാകേണ്ടതുണ്ട്. എങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ഇൻ്റർനെറ്റ് വഴി അത് സൈബർ സെല്ലിന് അതിൻ്റെ മറ്റ് കൂടുതൽ പതിപ്പുകൾ പ്രചരിക്കാതെ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് ഈ സിനിമയിലെ അണിയറ സംഘത്തിന് ഒരു സഹായമാകാൻ സാധിക്കൂ. ഇപ്പോഴും നമ്മൾ ബുക്ക് മൈ ഷോ ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെയധികം ബുക്കിംഗ് ഉള്ള ഇപ്പോഴും വളരെ നല്ല രീതിയിൽ പ്രദർശനം തുടരുന്ന ചിത്രമാണ് തുടരും. അപ്പോൾ എന്തായാലും ഈ തുടർന്നുള്ള പ്രവർത്തനങ്ങളും അതും അണിയറ പ്രവർത്തകർ വളരെ ശക്തമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. വ്യക്തമാണ്. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. അജയ് സൂചിപ്പിച്ചതുപോലെ നിരവധി ആളുകളുടെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇത്തരം സിനിമകൾ അവിടെ. പക്ഷേ ഇതുപോലുള്ള വ്യാജ പതിപ്പുകൾ ഇറങ്ങുന്നത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സിനിമയുടെ നിർമ്മാതാവ് പറയുന്നത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന്. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയൊരു തെറ്റിന് തിരികൊളുത്തുകയാണ്. കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ നടത്തിയ ഈ പ്രസ്താവന വലിയ രീതിയിൽ ചർച്ചയായിരുന്നു, വിവാദമായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ തന്നെ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു താരത്തിനെതിരെയും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. ആ നടൻ നിവിൻ പോളിയാണെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ വ്യക്തമാക്കുന്നത്. ഞാൻ 15 വർഷമായിട്ട് ഒരു താരത്തിനെതിരെയും ഒരു ടെക്നീഷ്യനെതിരെയും വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ സിനിമയിൽ താരത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ താരത്തിന്റെ അതായത് ഒരു ഫൈറ്റ് താങ്ങാനുള്ള ശക്തി ഒരു ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസർക്ക് ഇല്ല. കാരണം സിനിമ നിർമ്മിക്കുന്ന ആളുകൾക്ക് എപ്പോഴും വന്നിട്ട് ഒരു ഇൻഡിവിജ്വൽ മാത്രമാണ്, അവർക്കൊരു ഫാൻ ബേസ് ഇല്ല. ഒരു നല്ല ടീമിനെ കണ്ടെത്തി ഇവരെയൊക്കെ വലിയ സ്റ്റാർ ആക്കി മാറ്റാനായിട്ട് ഞങ്ങളാണ് മുൻകൈ എടുക്കുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ മേലാത്ത ആർട്ടിസ്റ്റുകളുടെ ഫാൻ ബേസ് ആർമി അല്ലെങ്കിൽ അവരുടെ ഒരു PR വർക്ക് ഇട്ട് ആക്രമിച്ചുകൊണ്ടിട്ടേ ഇരിക്കുന്നത്. നമ്മൾ പൈസ മുടക്കി സിനിമ എടുത്തു കഴിയുമ്പോൾ നമ്മൾക്കത് വിജയിച്ചില്ല എങ്കിൽ, നമുക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ റോഡ് ലെവലിലായിരിക്കും. ഞാൻ നടത്തിയ പ്രചരണമാണെങ്കിൽ എന്നോട് ചോദിക്കുക. സാന്ദ്ര തോമസിന് ഒന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ അസൂയ കാരണമാണ് ഇത്തരത്തിൽ സംഘടനയിലെ ഓരോരുത്തരെയും ആക്രമിക്കുന്നതെന്നും ലിസ്റ്റിൻ പ്രതികരിച്ചു. മലയാള സിനിമയിലെ കണക്കുകൾ പുറത്തുവിടുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ ആണോ? ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തി മാത്രമാണോ പ്രൊഡ്യൂസർ അസോസിയേഷനിലുള്ളത്? 21 പേര് അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. അവിടെ ഒരുമിച്ചെടുക്കുന്ന ഡിസിഷനാണ്. ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞപ്പം ഞാൻ സാന്ദ്ര തോമസിനെ സപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് 14 പേർക്കെതിരെ കേസ് കൊടുത്തു. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശയ്ക്ക് പൈസ എടുത്തു. നമ്മളൊക്കെ പലിശയ്ക്ക് പൈസ എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. ഈ സാന്ദ്ര തന്നെ ചെയ്തേക്കുന്ന കാശ് വെച്ചിട്ട് അങ്ങനെയാണോ ചെയ്തേക്കുന്നത്? ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ലിസ്റ്റിൻ സ്റ്റീഫൻ പറയുന്നത് ആ വലിയ തെറ്റിന് തിരികൊളുത്തുന്ന ഒരു പ്രമുഖ നടൻ തിരികൊളുത്തുന്നുണ്ടെന്ന് പറയുന്നു. അത് നിവിൻ പോളി അല്ല എന്ന്. അങ്ങനെയെങ്കിൽ അത് ആരാണ്? ടോം, കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഇത്തരത്തിൽ ഒരു പ്രമുഖ നടൻ
മലയാള സിനിമയിൽ ഒരു വലിയ തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ട്. ഒരു മാലപ്പടക്കം പോലെ അത് ഏറ്റുപിടിക്കാവുന്ന ഒന്നാണ്. അത് ഇനി ആവർത്തിക്കരുത് എന്നാണ് ലിസി സ്റ്റീഫൻ കഴിഞ്ഞ 2 ദിവസം മുൻപേ അദ്ദേഹം തന്നെ നിർമ്മിച്ച ദിലീപിന്റെ 150ാമത്തെ ചിത്രം അതിന്റെ ടീസർ റിലീസിന്റെ സമയത്താണ് അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. തുടർന്ന് ആ നടൻ ആരാണെന്ന് ലിസി സ്റ്റീഫൻ വെളിപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ ഇത് നിവിൻ പോളിയാണ് എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുകയും അതേ തുടർന്ന് നിവിൻ പോളിയുടെ ഫാൻസ് അസോസിയേഷൻ തന്നെ തന്റെ സൈബർ ഇടത്തിൽ തന്നെ ആക്രമിക്കുകയാണ് എന്നാണ് ലിസി സ്റ്റീഫൻ പറഞ്ഞു വെക്കുന്നത്. തനിക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറം ഉള്ള തരത്തിലുള്ള ആക്രമണമാണ്, സൈബർ ആക്രമണമാണ്. നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് തന്നെയാണ് ലിസി സ്റ്റീഫൻ പറയുന്നത്. ഇപ്പോഴും അദ്ദേഹം നിവിൻ പോളിയാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മാധ്യമങ്ങളോട് ചോദിക്കുന്നത്. ഞാൻ നിവിൻ പോളിയുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഏത് സാഹചര്യത്തിലാണ് നിവിൻ പോളിയാണ് എന്ന് ഊഹിക്കുന്നത്? അത് മാത്രമല്ല, താൻ വളരെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ, അതിൽ ആ നടനുണ്ട്. ആ നടനുമായും അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട് ആ നടനാരാണെന്ന്. അത് അയാൾക്കും മനസ്സിലായിട്ടുണ്ട് അത് ആരെ ഉദ്ദേശിച്ചിട്ടാണ് താൻ പറഞ്ഞത്. ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ കമന്റിന് ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളാണ് ലിസി സ്റ്റീഫൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം നടൻ ആരാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരു സൂചനയും ലിസി സ്റ്റീഫൻ തന്നിട്ടുമില്ല. പക്ഷേ നിവിൻ പോളിയുടെ ഫാൻസ് അസോസിയേഷൻ തന്നെ സൈബർ ഇടത്തിൽ ആക്രമിക്കുന്നത് ഏത് തരത്തിലാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ എന്ന് പറയുമ്പോഴും നിർമ്മാതാവ് ഒരു ഇൻഡിവിജ്വൽ ആണ്. പക്ഷെ താരമായി കഴിയുമ്പോൾ ഇത്തരത്തിൽ ഇവരുടെ PRO വർക്കോ അതല്ലെങ്കിൽ ഫാൻസ് അസോസിയേഷനോ ഒക്കെ ഉപയോഗിച്ച് തങ്ങളെ ആക്രമിക്കുന്നു. ഒരിക്കലും നിർമ്മാതാവിന്റെ തനിച്ചു നിന്ന് ഇവരോട് ഫൈറ്റ് ചെയ്യാനുള്ള ത്രാണിയില്ല എന്ന് തന്നെയാണ് ലിസി സ്റ്റീഫൻ പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു സാഹചര്യം കൂടി കണക്കെടുക്കുമ്പോഴാണ് 2 ദിവസം മുൻപുണ്ടായ ലിസി സ്റ്റീഫന്റെ ഈ പ്രതികരണത്തിന് ഇപ്പോഴാണ് അതിൽ ലിസി സ്റ്റീഫൻ 2 ദിവസം മൗനം വെടിയുന്നത് ഇപ്പോഴാണ്. അതിനുശേഷമാണ് ഇപ്പോൾ അതായത് സാന്ദ്ര തോമസും അതിന് പിന്നാലെ ലിസി സ്റ്റീഫനെതിരെ രംഗത്ത് വന്നിരുന്നു. സാന്ദ്ര തോമസ് തന്നെ ഒറ്റുകാരെന്ന് വിളിക്കുന്നു, വട്ടിപ്പലിശക്കാരനെ കൂട്ടുനിൽക്കുന്നു എന്ന് വിളിക്കുന്നു. ഏതർത്ഥത്തിലാണ് സാന്ദ്ര അത്തരത്തിൽ പറഞ്ഞത്? സാന്ദ്രയ്ക്ക് അസൂയയും അതായത് ഒന്നും ചെയ്യാനാകാത്തതിന്റെ അസൂയയും കുശുമ്പുമാണ് ഇത്തരത്തിലുള്ള കമന്റുകൾ സാന്ദ്രയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്നാണ് ലിസി സ്റ്റീഫൻ പറഞ്ഞു വെക്കുന്നത്. അതേസമയം സാന്ദ്ര തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ പലിശയ്ക്ക് എടുത്തിട്ട് തന്നെയല്ലേ സിനിമ നിർമ്മിക്കുന്നത്? സാന്ദ്ര പൈസ മുഴുവൻ കയ്യിൽ അടുക്കി വെച്ചിട്ടാണോ സിനിമ നിർമ്മിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളും ലിസി സ്റ്റീഫൻ ചോദിക്കുന്നുണ്ട്. താൻ ഉൾപ്പെടെയുള്ള ആളുകൾ പണം കണ്ടെത്താൻ ഒരുപക്ഷെ വീട് വരെ പണയം വെച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. നിർമ്മാതാക്കൾക്ക് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകും. താൻ ഉൾപ്പെടെയുള്ള ആളുകൾ പലയിടത്തുനിന്നും പൈസ പലിശയ്ക്കെടുത്ത് തന്നെയാണ് സിനിമ നിർമ്മിക്കുന്നത്, അതിനുശേഷം അത് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടാകാറുണ്ട്. അതിനിപ്പോൾ ആരോടാണ് ഈ കാര്യം ബോധ്യപ്പെടുത്തുന്നത്? പക്ഷേ ഈ മലയാള സിനിമാ മേഖലയിൽ വിവാദങ്ങൾ ഇങ്ങനെ വിട്ടൊഴിയുന്നില്ല. നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതേ തുടർന്നുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ, അമ്മയിലെ കൂട്ടരാജി, ലൈംഗിക ആരോപണങ്ങൾ, അങ്ങനെ ഓരോ ദിവസങ്ങളിലും ഓരോരോ വിവാദങ്ങൾ വരുന്നു. പിന്നീടത് സിനിമയിലെ നിർമ്മാതാക്കളുടെ സംഘടനയിലേക്ക് എത്തുന്നു, പിന്നീട് കേസാകുന്നു, നടപടികളാകുന്നു. അതിന് ഏറ്റവും ഒടുവിലാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ രീതിയിൽ ഒരു നടനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. പക്ഷെ ആ നടൻ ആരാണെന്നോ, എന്താണ് പ്രശ്നം, എന്താണ് ആ തെറ്റെന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ഈ സിനിമാ മേഖലയെ ഒന്നടങ്കം ഇങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിൽ ഒരു പുകമറ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇവിടെ എന്താണ് ആ കാരണമെന്ന്, ആ പ്രശ്നമെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം കൂടി ലിസ്റ്റിൻ സ്റ്റീഫനില്ലേ? തീർച്ചയായിട്ടും ടോം, നേരത്തെ മുതൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെയായിരുന്നു സിനിമാ മേഖലയിൽ പല ഭാഗത്തു നിന്നും ഉയർന്നിട്ടുള്ളത്. അതിൽ ലിസി സ്റ്റീഫൻ ഈ നടന്റെ കാര്യത്തിൽ പരാതി നൽകിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇതുമായി പരാതി നൽകിയിരുന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഫിലിം ചേംബർ അറിയിച്ചിരുന്നത്. ഒരു സെറ്റിൽ ഒരു നടൻ കഞ്ചാവ് ഉപയോഗിച്ചാൽ അതിന് പ്രൊഡ്യൂസർ എങ്ങനെയാണ് ഉത്തരവാദിയാകുക എന്ന് ലിസി സ്റ്റീഫൻ മാധ്യമങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. കാരണം കഞ്ചാവ് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചാൽ അതിന് അയാൾക്കെതിരെ നടപടിയെടുക്കാൻ മാത്രമേ പ്രൊഡ്യൂസറെ കൊണ്ടാവുകയുള്ളൂ. അതല്ല പ്രൊഡ്യൂസർ അതിന് ഉത്തരവാദിയാകുന്നത് എങ്ങനെയാണ്? അതായത് തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന, തന്റെ സെറ്റിൽ കഞ്ചാവ് ഉപയോഗിച്ചാൽ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് ലിസി സ്റ്റീഫൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് തൊഴിലിടത്തിലെ ലൈംഗിക ആരോപണങ്ങളും അല്ലെങ്കിൽ തൊഴിൽ പീഡനങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്ന സാഹചര്യം ഉണ്ടായത്. ആ സാഹചര്യത്തിൽ തന്നെയായിരുന്നു സാന്ദ്ര തോമസ് ഇത്തരത്തിൽ തന്റെ സിനിമയിൽ ഉണ്ടായിരുന്ന തൊഴിൽ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ സമീപിക്കുകയും അവരുടെ ഭാഗം
ഭാഗത്തു നിന്നും ലൈംഗിക അധിക്ഷേപം ഉണ്ടാവുകയും ചെയ്തു എന്ന് പറഞ്ഞാണ് 14 പേരെ പ്രതിയാക്കിക്കൊണ്ട് 14 പേർക്കെതിരെ പരാതി നൽകിയിരുന്നത്. അതിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ 4 പേരെ പ്രതി ചേർത്തുകൊണ്ട് കുറ്റപത്രം വന്നിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ടോം പറഞ്ഞതുപോലെ ലിസ്റ്റിൻ സ്റ്റീഫനും ഈ 14 പേരിൽ ലിസ്റ്റിൻ സ്റ്റീഫന്റെ പേരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ലിസ്റ്റിനെതിരെ, അതായത് പ്രതിസന്ധി വന്നപ്പോൾ സാന്ദ്രയെ താൻ പിന്തുണച്ചില്ല എന്നതിന്റെ പരാതിയിലാണ് അല്ലെങ്കിൽ എന്ന കാരണം കൊണ്ടാണ് സാന്ദ്ര തോമസ് ഇപ്പോൾ തനിക്കെതിരെ ആഞ്ഞടിക്കുന്നതെന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു വെക്കുന്നത്. അതേസമയം നിർമ്മാതാക്കളുടെ ഇടയിൽ ഈ തരത്തിൽ താരമാക്കുന്നത്, ഇവരെയൊക്കെ താരമാക്കുന്നത് ഞങ്ങളുടെ പണം കൊണ്ടാണ്, അതല്ലെങ്കിൽ ഞങ്ങളാണ്, അതിനുശേഷം ഇവര് ഫാൻസ് അസോസിയേഷനൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മളെ ആക്രമിക്കുന്നത്, അതായത് സമാനതകളില്ലാത്ത സൈബർ ആക്രമണമാണ് താൻ നേരിടേണ്ടി വന്നത് എന്ന് തന്നെയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ നമ്മളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ് അത് നിവിൻ പോളിയാണ് എന്ന ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. താൻ ഒരിടത്തും നിവിൻ പോളിയുടെ പേര് പറഞ്ഞിട്ടില്ല. ഈ ഒരു സാഹചര്യം കൂടി കണക്കെടുക്കുമ്പോൾ സാന്ദ്ര പിന്നീട് നിവിൻ പോളിയുടെ പ്രശ്നത്തിന് പിന്നാലെയാണ് സാന്ദ്ര തോമസിന്റെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് വരുന്നത്, ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അങ്ങനെയാണ് സാന്ദ്ര തോമസ് പറയുമ്പോൾ തന്നെ നിവിൻ പോളി ലിസ്റ്റിൻ സ്റ്റീഫൻ ഒറ്റുകാരനാവുകയാണ്, അതായത് തമിഴ്നാട്ടുകാരെ വട്ടിപ്പലിശക്കാരുടെ ഒറ്റുകാരനാവുകയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നുള്ള തരത്തിലുള്ള കമന്റ് ആയിരുന്നു സാന്ദ്ര തോമസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. അങ്ങനെയായിരുന്നു. അതേ തുടർന്നാണ് ഈ സാന്ദ്രയ്ക്കെതിരെയും ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രതികരിച്ചത്. മാത്രമല്ല സാന്ദ്ര ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വെക്കുമ്പോൾ, നിർമ്മാതാക്കൾക്കെതിരെ പറഞ്ഞു വെക്കുമ്പോൾ സാന്ദ്ര ഇപ്പോൾ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതിന്റെ അസൂയയും കുശുമ്പുമാണ് സാന്ദ്ര ഈ കാര്യത്തിലൂടെ പുറത്തേക്ക് കാണിക്കുന്നത് എന്നാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത്. സാന്ദ്രയെ പിന്തുണയ്ക്കാത്തതിനുള്ള പ്രശ്നമാണ് സാന്ദ്ര മുന്നോട്ട് വെക്കുന്നത് എന്നും പറയുന്നുണ്ട്. പക്ഷേ നിവിൻ പോളിക്കെതിരെ എന്നുള്ള ആരോപണങ്ങൾ വരുമ്പോഴും ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തുന്നുണ്ട്. നിവിൻ പോളിക്കെതിരെ താൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിവിൻ പോളിയാണ് താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ആ നടൻ ആരാണ് എന്ന് അയാൾക്ക് വ്യക്തമായിട്ടുണ്ട്, അതിൽ വ്യക്തത വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അയാളോടൊപ്പം ജോലി ചെയ്ത ആളുകൾക്ക് അത് വ്യക്തത വന്നിട്ടുണ്ട്. ഒരു നടനെതിരെ പറയാൻ പറ്റില്ല എന്ന് പറയുന്നതും അതിന് തനിക്ക് ഒരു പ്രൊഡ്യൂസറിന് അവകാശമില്ല എന്ന് പറയുന്നതും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നയിക്കുന്നത്. തനിക്ക് ഇനി സിനിമ ചെയ്യേണ്ടുന്ന സാഹചര്യം ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ സിനിമ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. അതിന് ആരെയും പേടിയില്ല എന്നതിനാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ മുന്നോട്ട് വെക്കുന്നത്. അതേസമയം മലയാള സിനിമയിലെ കണക്കുകൾ ഓരോ മാസത്തെയും സിനിമയുടെ കണക്കുകൾ പുറത്തുവിടുന്നത്, കളക്ഷന്റെ കണക്കുകൾ പുറത്തുവിടുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ അല്ല. അത് കൂട്ടായ ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ്. ലിസ്റ്റിൻ സ്റ്റീഫൻ മാത്രം, അതല്ലെങ്കിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചിട്ടല്ല ഇങ്ങനത്തെ ഒരു കണക്കുകൾ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ആണ് സാന്ദ്ര തോമസിന്റെ മറുപടിയായിട്ട് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത്. ടോം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ലിസ്റ്റിൻ സ്റ്റീഫന്റെ ആ പ്രതികരണം വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. പക്ഷെ ഇപ്പോഴും ലിസ്റ്റിൻ സ്റ്റീഫൻ ആരാണ്, ആ നടൻ എന്ന കാര്യത്തിലൊരു കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല. പത്തനംതിട്ടയിൽ വ്യാജ ഹാൾ ടിക്കറ്റുമായി വിദ്യാർത്ഥി നീറ്റ് പരീക്ഷയ്ക്കെത്തിയ സംഭവത്തിൽ അക്ഷയ സെന്റർ ജീവനക്കാരിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടിക്ക് വ്യാജ ഹാൾ ടിക്കറ്റ് നൽകിയ നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്റർ ജീവനക്കാരി ഗ്രീഷ്മയാണ് പത്തനംതിട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ മറന്നുപോയതിനാലാണ് വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചതെന്ന് ഗ്രീഷ്മ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു. ശശിനാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശശിനാരായണൻ, എന്തായാലും വേറെ രീതിയിലുള്ള വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചൊരു സംഭവം കൂടിയാണിത്. കാരണം നീറ്റ് പരീക്ഷയ്ക്ക് ഒരു വ്യാജ ഹാൾ ടിക്കറ്റുമായി എത്തുന്ന സംഭവം, ഇവിടെ ഈ ജീവനക്കാരുടെ വിശദീകരണം പോലെ, അവർ മൊഴി നൽകിയതുപോലെ ഈ നീറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ മറന്നുപോയതുകൊണ്ട് വ്യാജ ഹാൾ ടിക്കറ്റിൽ നിർമ്മിച്ച് നൽകി. ഈ മൊഴി അന്വേഷണ സംഘം വിശ്വസിക്കുന്നുണ്ടോ, അതോ അതിനപ്പുറം വലിയൊരു മാഫിയ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണോ സംശയം? ടോം, തീർച്ചയായിട്ടും പോലീസ് എന്തായാലും മൊഴി ഗ്രീഷ്മ പറഞ്ഞിരിക്കുന്നത് വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചു നൽകി എന്നുള്ളത് തന്നെയാണ് ഗ്രീഷ്മയുടെ മൊഴി. അത് അക്ഷയ സെന്ററിലെ ജീവനക്കാരിയാണ് ഗ്രീഷ്മ. പക്ഷേ ആ അന്വേഷണ സംഘം സംബന്ധിച്ചിടത്തോളം ആ മൊഴി തന്നെ ഉണ്ടെങ്കിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ വിശദമായ ഒരു പരിശോധനയും അന്വേഷണം വേണമെന്നാണ് പോലീസിനുള്ളത്. കാരണം ഇത്രയും രഹസ്യ സ്വഭാവത്തോടു കൂടി വളരെ നടത്തുന്ന ഒരു പരീക്ഷയ്ക്ക് ഇത്തരത്തിലൊരു ക്രമക്കേട് നടത്തി എന്ന് പറയാൻ തന്നെ വലിയ ഒരു പോലീസിനെ സംബന്ധിച്ച് പറയുമ്പോൾ വലിയൊരു അന്വേഷണം നടത്തി കൃത്യമായ കാരണം കണ്ടുപിടിക്കണം എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പക്ഷെ മൊഴി പ്രാഥമികമായി ഗ്രീഷ്മ നൽകിയിട്ടുള്ളത് തനിക്ക് അബദ്ധം പറ്റിയാണ്. അതായത് പ്രധാനമായും ഗ്രീഷ്മയും ഈ പത്തനംതിട്ടയിൽ പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥിയുടെ അമ്മയും പരിചയക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട അപേക്ഷ അയച്ചതിന് വേണ്ടിയാണ് അക്ഷയയിലെത്തി അതിന്റെ പണം 1800 രൂപയും
കൊടുക്കുകയും ചെയ്തു. അത് അയക്കണം, പരീക്ഷയ്ക്ക് വേണ്ടി അയക്കണം എന്ന് പറയുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം ഈ ജീവനക്കാരി ഗ്രീഷ്മ ഇക്കാര്യം മറന്നുപോവുകയും ചെയ്തു. തുടർന്ന് ഈ കാര്യം മറച്ചുവെക്കാൻ വേണ്ടി കൃത്രിമമായ ഒരു ഹാൾ ടിക്കറ്റ് നിർമ്മിക്കുകയായിരുന്നു. അത് പ്രധാനമായും പൂവാർ സ്വദേശിയായ ഒരു വ്യക്തിയുടെ രേഖകൾ വെച്ചാണ് ഇത്തരത്തിൽ ഒരു പരീക്ഷ, പത്തനംതിട്ട തന്നെ ഒരു പരീക്ഷാ കേന്ദ്രത്തിന്റെ അഡ്രസ്സും വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു രേഖ ഹാൾ ടിക്കറ്റ് ഉണ്ടാക്കിയത്. എന്തായാലും പത്തനംതിട്ടയിലേക്ക് ദൂരെ കൂടുതലായതുകൊണ്ട് സ്വാഭാവികം ഇവർ നീറ്റ് പരീക്ഷ എഴുതാൻ എത്തില്ല എന്നൊരു വിശ്വാസമാണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത്. അത്തരത്തിൽ ഒരു വ്യാജ ഹാൾ ടിക്കറ്റ് ഉണ്ടാക്കിയാണ് ഈ നൽകിയത്. അതിനുശേഷമാണ് ഇന്നലെ പരീക്ഷ എഴുതാൻ എത്തുകയും സാധാരണഗതിയിൽ ഇവരുടെ സെന്റർ പത്തനംതിട്ടയിൽ തൈക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണെങ്കിൽ പോലും മറ്റൊരു സെന്ററാണ് അതിനകത്തുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ പരീക്ഷ ഇല്ല എന്ന് പറയുകയും ചെയ്തു. തുടർന്നാണ് അവിടുത്തെ ജീവനക്കാർ പറഞ്ഞതിനെ തുടർന്നാണ് തൈക്കാടിലേക്ക് ഈ അമ്മയും മകനും എത്തുന്നത്. അവിടെ എത്തിയപ്പോഴാണ് ഹാൾ ടിക്കറ്റിന്റെ വൈരുദ്ധ്യം മനസ്സിലാവുന്നത്. കാരണം പരമായും അഡ്രസ്സുകൾ തമ്മിലുള്ള പൊരുത്തക്കേട്, ഒപ്പം ഡിക്ലറേഷനുള്ള പൊരുത്തക്കേട്, ഇതെല്ലാം മനസ്സിലാക്കിയപ്പോൾ തന്നെ ഇതിൽ ഹാൾ ടിക്കറ്റ് ക്രമക്കേട് ഉണ്ട് എന്നുള്ളത് പരീക്ഷാ ഹാളിലെ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും പോലീസ് സ്ഥലത്തെത്തി ഈ വിദ്യാർത്ഥി കസ്റ്റഡിയെടുക്കുകയും ചെയ്തു. ആ വിദ്യാർത്ഥി നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഈ തിരുവനന്തപുരത്തിലെ അക്ഷയ കേന്ദ്രത്തിലെ ഈ ജീവനക്കാരിയിലേക്ക് അന്വേഷണം നടത്തുന്നത്. അവിടെ പോലീസ് ഇന്ന് രാവിലെ എത്തി വിശദമായി ചോദ്യം ചെയ്യുകയും പരിശോധന നടത്തുകയും ചെയ്തു. ഈ ഹാൾ ടിക്കറ്റ് തയ്യാറാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഹാർഡ് ഡിസ്കും തീർച്ചയായും ശശിനാരായണൻ, ഈ ജീവനക്കാരിയെ ഗ്രീഷ്മയെ ഈ അക്ഷയ സെന്ററിൽ എത്തിച്ച അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചതെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ? അതിനാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ? നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു മൊഴി നൽകിയിരിക്കുന്നത് മറ്റൊരു വിദ്യാർത്ഥിയുടെ രേഖകൾ ശ്രമിച്ചാണ് ഈ ഹാൾ ടിക്കറ്റ് തയ്യാറാക്കി എന്നുള്ളതാണ്. അതായത് പൂവാർ സ്വദേശിയായ വിദ്യാർത്ഥിക്ക് ഈ പത്തനംതിട്ടയിൽ തന്നെ ഒരു പരീക്ഷയുടെ സെന്റർ വെച്ചിട്ടാണ് ആ രേഖകൾ എടുത്താണ് ഈ പാറശാല സ്വദേശിയായ വിദ്യാർത്ഥിക്ക് നീറ്റ് പരീക്ഷ എക്സാം എഴുതാനുള്ള ഒരു ഹാൾ ടിക്കറ്റ് തയ്യാറാക്കിയത്. അത് കൃത്രിമം ചതച്ച രീതിയിൽ തന്നെ ഈ ബാർകോഡും മറ്റു കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരുപാട് ആ കാര്യത്തിൽ ഈ ഗ്രീഷ്മ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കൂടി മറന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പെട്ടെന്ന് തന്നെ ഹാൾ ടിക്കറ്റ് ഒരു കൃത്രിമമുള്ളതാണെന്ന് ഈ പരീക്ഷാ ഹാളിൽ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തായാലും ഈ ഗ്രീഷ്മ ഇത് പറയുമ്പോൾ തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം ആവശ്യമാണ് എന്നുള്ള നിലപാടിൽ തന്നെയാണ്. കാരണം അത്രയും രഹസ്യസ്വമുള്ള ഒരു നീറ്റ് എക്സാം പോലുള്ള വളരെ സുരക്ഷയോടുകൂടി നടന്നൊരു പരീക്ഷയിൽ ഇത്തരം ഒരു ക്രമക്കേട് പത്തനംതിട്ടയിൽ മാത്രമാണോ, അതോ മറ്റു തരത്തിൽ എന്തെങ്കിലും ഇത്തരത്തിൽ നേരത്തെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ആ വഴിക്കൊരു അന്വേഷണം കൂടി പോലീസ് നടത്തുന്നുണ്ട്. സുരക്ഷയുടെ കാര്യത്തിലും ഈ പരീക്ഷ നടത്തിപ്പിനുമായി ബന്ധപ്പെട്ടുമൊക്കെ ഇനിയും മറ്റാരെങ്കിലും ഇത്തരത്തിൽ കടന്നുകൂടി പരീക്ഷ എഴുതാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നത്. എന്തായാലും ജീവനക്കാരുടെ വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരം നൽകിയത്. വ്യാജ ഹാൾ ടിക്കറ്റ് കേസിൽ അക്ഷയ സെന്റർ ജീവനക്കാരിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. ഈ ഹാൾ ടിക്കറ്റിന് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ മറന്നുപോയതുകൊണ്ട് വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചു നൽകിയെന്നാണ് ഈ ജീവനക്കാരിയായിട്ടുള്ള ഗ്രീഷ്മ പോലീസിനോട് പറഞ്ഞത്. ഇടുക്കിയിലെ സർക്കാർ വാർഷികാഘോഷ പരിപാടിയിൽ റാപ്പർ വേടൻ തീ പാറിക്കുമോ? വിശദമായി പരിശോധിക്കാൻ ഇടവേള കഴിഞ്ഞു. സ്പോട്ട് ലൈവ് തുടരുന്നു. ഇടുക്കിയിലെ സർക്കാർ വാർഷികാഘോഷ പരിപാടിയിൽ ഇന്ന് റാപ്പർ വേടൻ പാടും. രാത്രി 7 മണിക്ക് വാഴത്തോപ്പ് സ്കൂൾ മൈതാനത്താണ് ഷോ. സ്ഥലപരിമിതി കാരണം പരമാവധി 8000 പേർക്ക് മാത്രമാണ് പ്രവേശനം. കൂടുതൽ പേരെത്തുന്ന സാഹചര്യമുണ്ടായാൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഈ ആൾക്കൂട്ട നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പാടാക്കിയിട്ടുള്ളതാണ്. 3 ഡിവൈഎസ്പിമാരും 6 ഇൻസ്പെക്ടർമാരും ഉൾപ്പെടെ ഒരു ഇൻസ്പെക്ടർ ട്രാഫിക് ക്രമീകരണത്തിൽ ഉൾപ്പെടെ 7 ഇൻസ്പെക്ടർമാരടങ്ങുന്ന 200 പേരടങ്ങുന്ന ബന്ദോബസ്ത് സ്കീം റെഡിയാക്കിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ക്രൗഡ് മാനേജ്മെന്റ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഏകദേശം ഒരു 8000-ഓളം പേര് ക്രൗഡിന്റെ ഇത് നോക്കിയിട്ടാണ് ചെയ്യുക. ഏകദേശം 8000-ഓളം പേരെ അകത്ത് ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതിനുശേഷമുള്ളവർക്ക് പുറത്ത് LED വാള് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുവഴി അവിടെയും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഇതിനകത്ത് 8000-ഓളം പേര് മാത്രമേ അകത്തുള്ള കൺട്രോൾ കൊടുക്കുന്നുള്ളൂ. അതിനുശേഷമുള്ളവർ പുറത്തായിരിക്കും ഉണ്ടാവുക. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് PA സാഗർ ചേരുന്നുണ്ട്. സാഗർ, തിരുവനന്തപുരത്ത് വേടന്റെ പരിപാടിയിൽ, അതായത് ഏതാനും ഒരാഴ്ച മുൻപാണ് വേടന്റെ പരിപാടിയിൽ 6000 പേർക്ക് മാത്രം നിൽക്കാവുന്ന 6000 പേരെ മാത്രം ഉൾക്കൊള്ളാവുന്ന നിശാഗന്ധിയിൽ 15000-ഓളം പേരെത്തുന്നു. ഇവിടെ 8000 പേർക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനം അനുവദിക്കുകയുള്ളൂ എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഈ കേസ്, കഞ്ചാവ് കേസ്, പിന്നീട് അറസ്റ്റ്, വിവാദങ്ങളൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ
വേടന്റെ ആരാധകര്, യുവാക്കളൊക്കെ അവിടേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ട്. ഏതൊക്കെ രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്? ടോം, തീർച്ചയായും ടോം പറഞ്ഞതുപോലെ തന്നെ ഈ വേടൻ പങ്കെടുക്കുന്ന പരിപാടികളിലെല്ലാം തന്നെ വമ്പിച്ച ഒരു ആരാധക നിരയാണ് അവിടെ എത്തുന്നത്. കൂടുതലും യുവാക്കളാണ് ഈ സ്ഥലങ്ങളിലേക്ക്, വേടന്റെ പരിപാടി നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് കൂടുതലായും എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുവത്വത്തിന്റെ ഒരു മികവ് തന്നെയാണ് ഈ ഒരു വേടൻ എത്തുന്ന ഇടങ്ങളിലെല്ലാം തന്നെ കാണുന്നത്. ആഘോഷങ്ങൾ ഉൾപ്പെടെ, ഡാൻസ് ഉൾപ്പെടെ എല്ലാം തന്നെ ഒരു അത്തരത്തിലൊരു കാഴ്ചയാണ് നമുക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇടുക്കിയിൽ ഇന്ന് വൈകിട്ട് നടക്കുന്ന പരിപാടി എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. കാരണം വേടൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമുള്ള ആദ്യത്തെ വേടന്റെ ഷോയാണ് ഇന്ന് ഇവിടെ ഇടുക്കിയിൽ അരങ്ങേറുക. ഇത് സർക്കാർ നേരത്തെ തന്നെ ക്യാൻസൽ ചെയ്ത പരിപാടിയാണ് വീണ്ടും ഇന്ന് ഇവിടെ നടക്കുന്നത്. ഈ ഇടുക്കിയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് ഇന്ന് വേടൻ പാടുവാനായി എത്തുന്നത്. ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ 28-ന് കഞ്ചാവ് കേസിൽ പിടിയിലായതോടെ വേടന്റെ പരിപാടി സർക്കാർ റദ്ദാക്കിയിരുന്നു. തുടർന്ന് ഏപ്രിൽ 29-ന് പരിപാടി അവതരിപ്പിക്കാനായിരുന്നു അന്ന് സംഘാടക സമിതി തീരുമാനിച്ചത്. എന്നാൽ ജാമ്യത്തിൽ ഇറങ്ങിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും പരിപാടി സംഘടിപ്പിക്കുവാൻ സംഘാടക സമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഈ വേടന്റെ സംഗീത പരിപാടി സംബന്ധിച്ചുള്ള നിയന്ത്രണങ്ങളുടെ വിവരങ്ങളും പോലീസ് രാവിലെ പുറത്തുവിട്ടിട്ടുണ്ട്. പോലീസ് സുരക്ഷയും കാണികളുടെ എണ്ണവും സംബന്ധിച്ച വിവരങ്ങളാണ് പോലീസ് രാവിലെ അറിയിച്ചത്. വൈകിട്ട് 7:30-ന് വാഴത്തോപ്പ് സ്കൂൾ ഗ്രൗണ്ടിലാവും പരിപാടി നടക്കുക. 8000 പേർക്ക് മാത്രമാണ് പരിപാടിയിലേക്ക് പ്രവേശനം ഉണ്ടാകുകയെന്നാണ് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിരിക്കുന്നത്. സ്ഥലപരിമിതി മൂലമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഈ കൂടുതൽ പേര് ഈ വേടന്റെ പരിപാടി നടക്കുന്ന ഈ സ്റ്റേജിന് സമീപത്തേക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് എത്തിയാൽ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ വേദിയിലേക്കുള്ള വരുന്ന പല റോഡുകളുണ്ട്. ഈ റോഡുകളെല്ലാം ബ്ലോക്ക് ചെയ്യുവാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഈ പരിപാടി റദ്ദാക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. സുരക്ഷയ്ക്കായി 200 പോലീസുകാരെയാണ് ഈ ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. ഈ വേടന്റെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം വേടൻ കഞ്ചാവ് കേസിൽ അകത്ത് പോയതിനെ തുടർന്നാണ് സർക്കാർ ഈ പരിപാടി റദ്ദാക്കിയത്. എന്നാൽ ഇത് പിന്നീട് വേടൻ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം CPIM-ഉം CPI-യും ഉൾപ്പെടെയുള്ള CPI സംസ്ഥാന സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ വേടനെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നു. തെറ്റുപറ്റിയെന്ന് വേടൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാർ നടപടി തിരുത്താനുള്ള ഒരു അവസരമായി കണ്ടാൽ മതിയെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ഈ ഇടുക്കിയിൽ നടക്കുന്ന ഈ പരിപാടി റദ്ദാക്കിയതായി സാഗർ സൂചിപ്പിച്ചതുപോലെ ഈ വേടൻ തെറ്റുതിരുത്താൻ തീരുമാനിച്ചപ്പോൾ സർക്കാരും തെറ്റ് തിരുത്തുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് വേടന്റെ ഈ സ്റ്റേജ് ഷോ സംഘടിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ചില കടുത്ത നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തുന്നുണ്ട്. കാരണം വേടന്റെ ഷോയാണ്, യുവാക്കളും കുട്ടികളും അവിടെ ഒഴുകിയെത്തും. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. പോലീസിൻ്റെ നിർദ്ദേശമനുസരിച്ച് മാത്രമേ ഇവിടെ പങ്കെടുക്കാവൂ എന്ന അറിയിപ്പ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ നൽകുന്നുമുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.